തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. 3 പുസ്തകങ്ങളുടെ പ്രകാശനം 15-ന് പുല്ലൂരിൽ. ഫൈസൽ ബാബു പുല്ലൂരും മകൻ മുഹമ്മദ് ഫസനുൽ അനസും എഴുതി ഹരിതം ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന 3 പുസ്തകങ്ങളുടെ പ്രകാശനം ഞായറാഴ്ച വൈകിട്ട് പുല്ലൂർ മുണ്ടേക്കാട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. കുറുക്കോളി മൊയ്തീൻ MLA അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങ് കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. വളരെ പ്രത്യേകതകളുള്ള സവിശേഷമായ ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് സുപരിചിതനായ നമ്മുടെ തിരൂരിലെ സാഹിത്യരംഗത്ത് ശ്രദ്ധേയമായ ഒരു സ്ഥാനം നേടിയ ആളാണ് ഫൈസൽ ബാബു പുല്ലൂർ. കാരണം 10-ലധികം പുസ്തകങ്ങൾ ഇതിനകം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. എന്നാൽ ഇവിടെ ഫൈസൽ ബാബുവിൻ്റെ മകൻ മുഹമ്മദ് ഹസനുൽ അനസ് 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കുട്ടി എഴുതിയ കാടിൻ്റെ മക്കൾ എന്ന ഒരു നോവലറ്റ്, ഒരു ചെറു നോവൽ, പിന്നെ അത് ഏറ്റെടുത്തിട്ടുള്ളത് ഹരിതം ബുക്സാണ്. ഹരിതം ബുക്സ് പിന്നെ അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അതിൻ്റെ പ്രകാശനം നാളെ വൈകിട്ട് 15-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് പുല്ലൂർ മുണ്ടേക്കാട്ട് ഓഡിറ്റോറിയത്തിൽ നടക്കും. അതോടൊപ്പം ഫൈസൽ ബാബുവിൻ്റെ 2 നോവലുകൾ കൂടി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഒരു ഡസൻ പ്രസിദ്ധീകരണങ്ങളായി ബാബുവിൻ്റേതായിട്ട്. ഒരു സാധാരണ തൊഴിലാളിയായ അല്ലെങ്കിൽ മരക്കച്ചവടക്കാരനാണ് ബാബു. ഇതിനിടയിലും പിന്നെ സാഹിത്യരചനയ്ക്ക് സമയം കണ്ടെത്തുകയും ഒരു 10 വർഷത്തിനിടയിലാണ് ഇത്രയും പുസ്തകങ്ങൾ, അതും വളരെ ബൃഹത്തായ നോവലുകൾ ഫൈസൽ ബാബു എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇപ്പോൾ ഞായറാഴ്ച നടക്കുന്ന ചടങ്ങിൽ 2 നോവലുകൾ, ദി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, അതേപോലെ കരിയിലകൾ എന്നീ 2 നോവലുകൾ പുതുതായിട്ട് പിന്നെ പ്രസിദ്ധീകരിക്കുകയാണ്. ഹസനുൽ അനസ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. പിന്നെ ഈ ബാപ്പയെയും മകനെയും എനിക്ക് നന്നായിട്ട് അറിയാം. ഇവരെ പറ്റിയിട്ട് ഉള്ള പുസ്തകത്തിൻ്റെ കാര്യങ്ങളെല്ലാം സാറ് പറഞ്ഞു കഴിഞ്ഞു. ഇവർക്ക് ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ മനുഷ്യസ്നേഹിയായ, ഇപ്പോൾ ഫൈസൽ ബാബു ഒരു മനുഷ്യ സ്നേഹിയാണ്. അദ്ദേഹം അത്താണി അങ്ങനത്തെ അവിടെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരുപാട് സഹായങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയാണ്. ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൻ്റെ ഇടയിലും അദ്ദേഹം അതിനെല്ലാം നേതൃത്വം കൊടുത്ത് ആ നേതൃസ്ഥാനത്ത് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ നമ്മുടെ അതിൻ്റെ കൂടെ തന്നെ ഈ മകനെയും അദ്ദേഹം പാലിയേറ്റീവ് പോലുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുകയും അവിടെയുള്ള എന്താ പറയുക ദുരിതം അനുഭവിക്കുന്ന ആളുകളെ കാണാനും അവരിൽ ഇത്രയും കഷ്ടപ്പാടുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട് എന്ന് അവനെ അനുഭവിച്ചറിയാനുള്ള അവസരം കൊടുക്കുന്നത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. കഥയിൽ ഒരു കൂട്ടം കുരങ്ങന്മാർ അവരുടെ കാട് നല്ലപോലെ പോകുമ്പോൾ മനുഷ്യർ കാട് നശിപ്പിക്കാനും വേണ്ടി ശ്രമിക്കുകയാണ്. അതിലത്തെ പഴങ്ങളൊക്കെ പറിച്ചുകൊണ്ട് പോവുക. അങ്ങനെയൊക്കെ ഇവർ ഭക്ഷണം കാട്ടിൽ കുറഞ്ഞു വന്നപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ ഒരു നേതാവ് അയാൾ അങ്ങോട്ട് പോയി. ഒരു ചെറിയ കുരങ്ങനാണ്. അയാൾ ഒരു ഹാജർ വീട്ടിൽ കണ്ട് ചെന്ന് പെട്ടത്. ആ ഹാജരാണെങ്കിൽ വലിയ തോട്ടമൊക്കെ ഉണ്ട്, അവിടെ പഴങ്ങളൊക്കെ ഉണ്ട്. അവർ കഴിച്ചാൽ ജങ്ക് ഫുഡാണ്. അവിടെ ഇതിലേക്ക് കുറേ വിറ്റ് പോകും, ബാക്കിയിലൊക്കെ നിലത്താണ് ചീഞ്ഞു പോവുക. അങ്ങനെ ഈ കുരങ്ങനെ കണ്ട ഹാജർ കൊല്ലുകയാണ്. കൊല്ലുവെച്ചാൽ കൊന്നാരാ കിട്ടിയാൽ എറിഞ്ഞ് കാട്ടിക്ക് എറിയാണ്. അങ്ങനെ കാട്ടിക്ക് ഇവ എത്തിയിട്ട് നമ്മളോട് അവരെ കാത്തിരിക്കുകയാണ്. ആ കുരങ്ങനെ കാത്തിരിക്കുകയാണ് ബാക്കിയുള്ള കുരങ്ങന്മാരൊക്കെ.
അങ്ങനെ അവന് എന്താ ഉണ്ടായിന്നൊക്കെ പറഞ്ഞിട്ടും അമ്മൻ്റെ മടി കിടന്ന് മരിക്കുകയാണ്. പിന്നെ ആ ഹാജിയാരോട് കുരങ്ങന്മാരൊരു യുദ്ധം നടക്കുക. അതാണ് ആ കഥയിൽ പറയുന്നത്. കഥയാണ് മലയാളത്തിലെ മഹാനടനും അദ്ദേഹത്തിൻ്റെ മകനും ഒരുമിച്ച് അഭിനയിക്കേണ്ട ഒരു സിനിമയിലെ തിരക്കഥ അത് നോവലിലേക്ക് മാറ്റിയതാണ്. രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും. ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷതയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരെ ആദരിക്കും. ദി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, കരിയിലകൾ എന്നീ പുസ്തകങ്ങൾ ഫൈസൽ ബാബുവും, കാടിന്റെ മക്കൾ എന്ന പുസ്തകം അനസുമാണ് രചിച്ചിട്ടുള്ളത്. വേരിനെ അറിയാത്ത പൂവ്, ഓർമ്മയിലെ ഒരു വസന്തകാലം, എന്റെ കാസിം, കാർമേഘം, ഒരു പൂവിന്റെ വസന്തം, അമ്മത്തൊട്ടിൽ, സ്നേഹവലയം, നന്മമരം തുടങ്ങിയ 10-ലധികം പുസ്തകങ്ങൾ ഇതിനകം ഫൈസൽ ബാബു രചിച്ചിട്ടുണ്ട്. അങ്ങാടിക്കുരുവികൾ, തെരുവിലെ കൂട്ടുകാർ എന്നീ 2 പുസ്തകങ്ങൾ അനസും രചിച്ചിട്ടുണ്ട്. തലക്കാട് പഞ്ചായത്ത് കുട്ടി കർഷക പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച അനസ് ഏഴൂർ MDPS സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കവിതയിലും ചിത്രരചനയിലും പാട്ടിലുമൊക്കെ മികവ് തെളിയിച്ച അനസ് 4ാമത്തെ പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ്. രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഫൈസൽ ബാബുവിന് INAUC സംസ്ഥാന ചെറുകഥാ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള പുല്ലൂരാണ് സ്വദേശം. ഷാഹിനയാണ് ഭാര്യ. മകൾ സബഹ മറിയം. വാർത്താസമ്മേളനത്തിൽ ഏഴൂർ MDPS സ്കൂൾ HM VA ഗഫൂർ മാസ്റ്റർ, പുല്ലൂർ AMLP സ്കൂൾ HM സിന്ധു ടീച്ചർ, PTA പ്രസിഡന്റ് സെമിൽ കറുത്തെടുത്ത, ബഷീർ മങ്കുടി, ഫൈസൽ ബാബു പുല്ലൂർ, മുഹമ്മദ് ഫസനുൽ അനസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ, പാൻ ബസാർ, തിരൂർ.